സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നു വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ അസൂയകളെ നമ്മൾ എടുത്തു മാറ്റിയിട്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ കയറ്റുള്ളൂ. കാരണം ഈ ഗില്ലെന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇഞ്ഞമാര് സമ്മതിക്കൂലല്ലോ. അള്ളാഹ് കയറിയ ഉടനെ നമുക്ക് ഭക്ഷണവും തരും, ഒരു പെണ്ണിനും കെട്ടിച്ചേരും. കേറിയ പാടെ സ്വർഗത്തിലേക്ക് കയറിയ പാടെ ഒരു കല്യാണം, അത് അല്ലായിട്ട് നമുക്കൊരു കല്യാണം നടത്തി തരും. ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാര് അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരും. ചെറാഹത്താട്ട് ഇബാദത്തെടുത്തോ കേട്ടോ ഇൻഷാ അല്ലാഹ്. കയറിയ പാടെ ഒരു പെണ്ണിനെ കെട്ടിച്ചേരും, ഇതൊരു നല്ല ഭക്ഷണവും തരും, നല്ല ബിരിയാണി. മാഷാ അല്ലാഹ്, ഇത് അള്ളാന്റെ ഭാഗത്താണ്. അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടത്. ഈ വൈറസാണ് ഈ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ വിഴുപ്പ് പാണ്ട അലക്കുന്നത്. ഇത് അള്ളാഹ് എടുത്തു കളയും. ഇതെടുത്ത് കളഞ്ഞിട്ടേ അള്ളാഹ് സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ. അപ്പൊ 1 ഘട്ടം 2 ഘട്ടം 3 ഘട്ടം 4 ഘട്ടം 5 ഘട്ടം 50 ഘട്ടം 60 ഘട്ടം 60 പെണ്ണുങ്ങന്മാരെല്ലാം ഉണ്ടാവും സ്വർഗത്തില്. എന്തായിരിക്കും സെറ്റപ്പ്, റാഹത്തല്ലേ. ഒരു പെണ്ണുങ്ങന്മാർക്കും പരാതി പറയാൻ രജിസ്റ്റർ ചെയ്യാനും പോണ്ട, കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട, ആധാറും വേണ്ട, ഇലക്ഷൻ കാർഡും വേണ്ട, ലൈസൻസും വേണ്ട, എന്തും വേണ്ട. നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ലോകം സൂപ്പറായിട്ടൊരു പെണ്ണുങ്ങ നിൽക്കുന്ന, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് യാ അല്ലാഹ് താലി എന്റെ കൂടെ പോവാ യാ അല്ലാഹ് പിടിച്ചിട്ട് അങ്ങനെ പോലെ തന്നെ. ഒരു പെറ്റി കേസും ഇല്ല, പോലീസും വരൂല, പട്ടാളവും വരൂല, ഒന്നും വരില്ല. സ്വർഗം, അതാണ് സ്വർഗം. അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂലപ്പാ, കുറെ കഷ്ടപ്പെടണം. അതങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല, അത് ത്യാഗം സഹിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല, ഉറപ്പാണ്. അല്ലാഹ് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് അത് എടുത്ത് കളയും. ഇപ്പൊ അസൂയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒന്ന് കെട്ടി നോക്ക്, നിങ്ങളെ പുറകിന്ന് ഓടിക്കും. യാ അല്ലാഹ് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും, സമ്മതിക്കില്ലല്ലോ. അത് അഹില്ലെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട്, ആണുങ്ങന്മാരിലുണ്ട്, അതെല്ലാരിലും ഉണ്ട്. അത് ഇപ്പൊ തുടങ്ങിയതല്ലാതെ അത് പണ്ട് മുതലേ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാലഘട്ടത്തിൽ, ആയിഷ റളിയല്ലാഹു തആലയുടെ കാലത്തിൽ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ഗില്ലെന്ന് പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്, അവരുടെ കൂടെ കൂടുന്നു, വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു ഹത്താ യഖൂലഹാ ഖദീജ ലാ യഖ്റുജു മിനൽ ബൈതി ഹത്താ യഖൂല ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാലും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചർച്ച ചെയ്യാതെ ആയിഷ ബീവിയായിട്ട് പോകാറില്ല. ആയിഷ ബീവിയുടെ ഒപ്പം നടന്നു പോകുന്ന കൂട്ടത്തിൽ ഖദീജ അങ്ങനെയായിരുന്നു, ആ ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജ അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക. അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ കാനത ഇല്ലാ അജൂസാ. ഒരു കിളവിയായിരുന്നില്ല നബിയെ? 40 വയസ്സ് 50 വയസ്സായ കിളവിയുടെ കാര്യമാണോ നബിയെ നിങ്ങളിപ്പോ പറയുന്നത് എന്റെ മുന്നിൽ? ഞാനൊരു 18 വയസ്സുകാരി ബാല്യക്കാരിത്തിയല്ലേ, ഞാൻ ഒരു ചെറുപ്പക്കാരിത്തിയായി ഞാൻ എന്റെ മുന്നിൽ നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനാപ്പാ പറയുന്ന നബിയെ? അസൂയ, എന്താ അസൂയ? ഹൽ കാനത ഇല്ലാ അജൂസാ. അത് വയസ്സ് കല്ലുവല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ദേഷ്യമായി പോയി സംഭവം ഉണ്ടോ? ഞാനീ പറഞ്ഞത് എന്തിനാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബിതങ്ങളുടെ വൈഫാണ്, നബിതങ്ങളുടെ ഭാര്യയാണ്, പ്രിയതമയാണ്, പ്രിയപ്പെട്ട പത്നിയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ച് പോലും ഖദീജ ബീവിയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് പെണ്ണുങ്ങന്മാർ, മനസ്സിലായോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തുകാരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല, നടക്കൂല സംഭവം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് സഹനത അവലംബിച്ചു അവരുടെ ഭാര്യമാരുമായിട്ട്, അത്രയ്ക്കും ബന്ധമായിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലെല്ലാം ഒരേപോലെയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഹഫ്സ ബീവിയുടെ ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്നു, കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ.
ഞങ്ങളുടെ നാട്ടിലൊക്കെ തിക്കടി കുക്കടി എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ മക്രോണി എന്നൊക്കെ പറയായിരിക്കും. അല്ലാഹു അഅലം, നമുക്കിതൊന്നും അറിയില്ല. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ നിന്ന് ഭൃത്യൻ കൊണ്ടുവന്ന് കൊടുത്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങിയിട്ട് ആയിഷേ ഇത് ഹഫ്സാന്റെ പുറയെന്ന് കൊണ്ടുവന്നാ, നീ തിന്നു. ഹഫ്സാടെ പുറയെന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ ആയിഷയ്ക്ക് പിടിച്ചില്ല, ഒരൊറ്റയടി. താഴെ വീണു, പ്ലേറ്റ് ഉടഞ്ഞു, സാധനങ്ങളെല്ലാം തെറിച്ചു വീണു. തങ്ങൾ ഇൻഷാ അല്ലാഹ് അപ്പൊ തങ്ങ വന്ന് ദുആ ഇറക്കുന്നതോടുകൂടി പ്രസംഗമെല്ലാം തീരെ. ഒരുപാട് നാളായാലും തങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ദുആ 10 മിനിറ്റോടെ പറയാല്ലേ? 10 മിനിറ്റ് പറഞ്ഞിട്ട് നസീഹത്താക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ തങ്ങ ദുആർന്ന് എല്ലാവരും പോകും. അങ്ങനെ ഞാൻ ആരോടും സംസാരിക്കാൻ പറ്റില്ല. മഹാനായ തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ കുറേ നാളായി കണ്ട്, നമ്മളോടൊക്കെ വലിയ മഹബത്തുള്ളൊരു തങ്ങളാണ്. ഇപ്പോൾ കുറേ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തങ്ങ വന്നിട്ടുണ്ട്, എല്ലാവരും അകത്തോട്ട് കയറിയിരുന്നു. ഒരു 10 മിനിറ്റൂടെ പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഒരു ചെറിയൊരു നസീഹത്തും ഒരു ദുആയും അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തതുപോലെ നമുക്ക് വരാമല്ലോ. ഇവിടെ ഉറൂസും ഒക്കെ കിടക്കല്ലേ, സംഭവങ്ങളൊക്കെ ഒരുപാട്. ഇപ്പോൾ ലത്തി വെച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കില്ല. നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നേരത്തെ സമാധാനമായിട്ടൊക്കെ ഒരു ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്നാലും റെസ്റ്റ് ഒന്നും വേണ്ട, നമ്മുടെ പണി ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പോലെ തന്നെ പ്രസംഗിക്കൽ തന്നെ ഇൻഷാ അല്ലാഹ്. പിന്നെ തങ്ങ വന്നപ്പോൾ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതലിട്ട് പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബുകേടാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും. സൗകര്യം ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, കസേരയൊക്കെ ഉണ്ടല്ലോ. സാദാത്തുകളൊക്കെ വന്നിരിക്കുന്ന ആ സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ മഹത്വത്തോടുകൂടി കാണണം ഇൻഷാ അല്ലാഹ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാണ് ഇൻഷാ അല്ലാഹ്. കയറിയിരിക്കും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്, കയറിയിരിക്കും. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ പന്തുകളി എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരപ്പുറത്തേക്ക് കയറിയിരിക്കും. ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കും, കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, അങ്ങനെ പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നല്ല, അത് അന്ന് മുതലേ ഉണ്ട്. അത് അന്ന് മുതലേ ഉള്ള സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി, നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ്, ആ ഒരു വിദ്വേഷം, അത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അല്ലാഹു എടുത്തു കളയും. അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. അതാണ് നമ്മുടെ ശൈലി, ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമവും അത് തന്നെയാണ്. ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്, നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. സലാം നമ്മൾ വ്യാപിപ്പിക്കുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. എല്ലാ വെള്ളിയാഴ്ചകളും മിമ്പർ മിഹ്റാബും ഗർജിക്കുകയാണ്. മിമ്പറിൽ നിന്ന് ഇമാമ നമ്മളെ ഓതി കേൾപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് മാത്രം സംസാരിക്കണേ. നല്ല വാക്ക് പറയണം, നല്ലതേ പറയാവൂ. ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല. വോയിസ് മെസ്സേജ് വിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലതേ പറയാവൂ, അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ പാടില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദുആ ചെയ്തിരുന്നു. കാന മിൻ ദുആഇ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽപ്പെട്ട സംഭവമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബഅ വ അഊദു ബിക മിൻ അർബഇൻ. അല്ലാഹുവേ, 4 കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, 4 കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു അസ്അലുകൽ ലവാതി, ഞാൻ ചോദിക്കുന്ന 4 കാര്യങ്ങൾ അല്ലാഹുവേ. അസ്അലുക ഖൽബൻ ശാകിറാ വ ബദനൻ സബിറാ.
വലിസാന ദാകിറാ വസൗജതൻ തുഈനുനി ഫീ ദുനിയായ വആഖിറതി. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്ന 4 കാര്യങ്ങൾ. ഖൽബൻ ഷാകിറാ, നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണേ അല്ലാഹ്. വബദനൻ സാബിറാ, എത്ര രോഗങ്ങൾ വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ ക്ഷമ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ലാഹ്. വലിസാന ദാകിറാ, ആരെക്കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ, അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ, കളവ് പറയാത്ത, അസഭ്യം പറയാത്ത നവ് തരണേ അല്ലാഹ്. ദാകിറാ, ദിക്ർ ചൊല്ലുന്ന, ശുക്ർ ചൊല്ലുന്ന, നിന്നെ പുകഴ്ത്തുന്ന, പ്രകീർത്തിക്കുന്ന നാവ് നൽകണേ അല്ലാഹ്. 4ാമത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയ വസൗജതൻ തുഈനുനി ഫീ ദുനിയായ വആഖിറതി. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ എനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യയെ നൽകണേ അല്ലാഹ്. എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യയെ നീ എനിക്ക് നൽകരുതേ നാദാ. 4 കാര്യങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. വഅഊദു ബിക മിനൽ ലവാതി, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദാ. അല്ലാഹുവേ, എന്നെ ഭരിക്കുന്ന, എനിക്കനുസരണക്കേട് കാണിക്കുന്ന, ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. ഏറ്റവും വലിയ ദുആയാണ്. മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അല്ലാഹ്. യകൂനു അലയ്യ സയ്യിദ, എന്നെ ഭരിക്കുന്ന, ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ പടച്ചവനെ. യകൂനു അലയ്യ സയ്യിദ. വഅഊദു ബിക മിൻ മാൽ യകൂനു അലയ്യ വബാലാ, എന്റെ മേലൊരു ഭാരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുത് അല്ലാഹുവേ. ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ, നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നാദാ. എന്നിട്ട് 3ാമത് വഅഊദു ബിക മിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ല വഖത്തിൽ മശീബ്. അല്ലാഹുവേ, എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന, എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. കൂടുതലും പുറയിലെ ടെൻഷൻ അടിക്കുന്ന പെണ്ണുങ്ങന്മാരെ കൊണ്ടാണ്. നമുക്കത് മനസ്സിലാക്കുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. വിശദീകരിക്കാൻ സമയമില്ല. തങ്ങ വന്നു. അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ 4 ദുആ തന്നെ വിശദീകരിക്കാൻ തന്നെ 1 മണിക്കൂർ വേണം. നമ്മളിത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു സംശയ പെണ്ണുങ്ങന്മാർക്ക്, നമ്മൾ ഒരു ഫോൺ എടുത്ത സംശയം, അങ്ങോട്ട് പോയ സംശയം, ഒരു മെസ്സേജ് നോക്കിയ സംശയം, ഓളെ കൊണ്ട് ആകെ പ്രശ്നങ്ങളായിട്ട് നമ്മ അങ്ങോട്ട് നരച്ചു. 30 വയസ്സായാലും 45 വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു. ഇത് ഇന്നും തുടങ്ങിയ സംഭവം, അന്ന് തുടങ്ങിയ സംഭവമാണ്. لا يطرق أحدكم يطلب بعثراتهم أو كما قال رسول الله. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാ, ഏ ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ. ഏ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ. അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ പാതിരാത്രി തന്റെ മുറിയിൽ വന്ന്, പുറയിൽ വന്ന്, ലാ യത്റുഖു അഹദുക്കും, നിങ്ങൾ ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ. നബീന റസൂലുള്ളാഹി. അവൾ എന്താ, അവൾ ആരുടെ ഒപ്പരാണ്, അവൾ ആരുടെ ഒപ്പത്തിലാണ്, അവൾ മെസ്സേജ് വിടുന്നുണ്ടോ, അവൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ, ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ സംശയിക്കാനേ പാടില്ല. അതാരുടെ മെസ്സേജ് അടി സംശയിക്കരുത്. നമ്മളൊരു ഭാര്യയിൽ വിശ്വാസം ഉണ്ടാകണം, ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അൽ ഹയാഉ തതകാഫഉ വതതആവനു. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതല്ലേ സന്തോഷം, അതല്ലേ പ്രണയം, അതല്ലേ ജീവിതം, അതല്ലേ സ്നേഹം. പ്രണയം കഴിഞ്ഞില്ലേ? 14-ാം തീയതി പ്രണയം.
വാലന്റൈൻ ഡേ. ഈ വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രണയിക്കേണ്ടത് കാമുകന്മാരുടെ പ്രണയമല്ല വേണ്ടത്, ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് വേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറത ഇലൈഹി നളറല്ലാഹു ഇലൈഹി മാ നളറർ റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, പ്രണയത്തിന്റെ നോട്ടം നോക്കിയാൽ, അനുകമ്പയുടെ നോട്ടം നോക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിനെയും അതേപോലെ നോക്കുകയും ചെയ്താൽ നളറല്ലാഹു ഇലൈഹി മാ നളറർ റഹ്മാ, അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ അല്ലാഹു സ്നേഹത്തിന്റെ, ഔദാര്യത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. സ്നേഹം, അതാണ് സ്നേഹം, അതാണ് പ്രണയം, അതാണ് പ്രണയം. ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രണയം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം, ആ ബന്ധമാണ്. വഇദാ അഖദ ബികഫിഹിമാ, ഭർത്താവ് തന്റെ ഭാര്യയുടെ കരങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കിയാൽ സഖതതു ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഹിമാ, അവരുടെ വിരലുകൾക്കിടയിൽ നിന്ന് അവരുടെ പാപ